വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത എൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, UK നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്കൊരു കുഞ്ഞുണ്ടാകാൻ, കുടുംബത്തിൽ സകല അനുഗ്രഹങ്ങളും വന്നു ചേരാൻ, ഭർത്താവിന് എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ സൗഖ്യമുണ്ടാകാൻ ഒക്കെ പ്രാർത്ഥിക്കുന്നു. സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം വിവാഹം നടക്കുവാൻ, ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കർത്താവിനെ, യേശുവിനെ സ്തുതിക്കുന്ന വ്യക്തികളായി മാറാൻ ഒക്കെ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുളന്തുരുത്തി നിന്നുള്ള സുഭദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മകൾ ഉഷയ്ക്ക് വേണ്ടി ലോകം എമ്പാടുമുള്ളവർ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാലിലുള്ള പ്രശ്നം, നീളക്കുറവ് സൗഖ്യമാകാനായി പ്രാർത്ഥിക്കുന്നു. മകൻ സിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കർത്താവ് കൊടുക്കണമേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നാസിക് ഓഗസ്റ്റ് 10 ബുധൻ. സമയം വൈകിട്ട് 6:30 മുതൽ 9:30 വരെ. സാർവജനിക് വചനാലയ, നെഹ്റു ഗാർഡന് സമീപം, ഷാലിമാർ ചൗക്ക്, നാസിക്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സൂററ്റ് ഓഗസ്റ്റ് 11 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. രംഗ് ഭവൻ, ജീവൻ ഭാരതി സ്കൂൾ ഓഡിറ്റോറിയം, നൻപുര, തിമലിയാവത്, ഗാന്ധി സ്മൃതി ഭവൻ റോഡ്, മഹാവീർ ട്രോമ ഹോസ്പിറ്റലിന് എതിർവശം, സൂററ്റ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബറോഡ ഓഗസ്റ്റ് 12 വെള്ളി. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. ബറോഡ കേരള സമാജം ഹാൾ, GIDC മെയിൻ റോഡ്, ബണ്ടി ട്യൂബിംഗ് ഇന്ത്യക്ക് എതിർവശം, സൂസൻ സർക്കിളിന് സമീപം, മക്രപുര റോഡ്, ബറോഡ. Another miracle ഇത് മറ്റൊരു അത്ഭുതമാണ്, which has another message, ഇതിന് മറ്റൊരു സന്ദേശവും നമുക്ക് നൽകാനുണ്ട്. and the miracle is Jesus walking on the water. ഈ അത്ഭുതം എന്ന് പറയുന്ന യേശു കർത്താവ് കടലിന് മീതെ നടക്കുന്നതാണ്, വെള്ളത്തിന് മീതെ നടക്കുന്നതാണ്. Okay, let's read that. നമുക്കത് വായിക്കാം. Immediately Jesus made the disciples get into the boat and go on ahead of him to the other side while he dismissed the crowd. യേശു ജനസമൂഹത്തെ പിരിച്ചുവിടുന്നതിനിടയിൽ ശിഷ്യന്മാരെ പെട്ടെന്ന് വഞ്ചിയിൽ കയറ്റി തനിക്ക് മുമ്പായി മറുകരയിലേക്ക് അയച്ചു. After he had dismissed them, he went up on a mountainside by himself to pray. Later that night he was there alone. അവരെ പിരിച്ചുവിട്ടതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് തനിയെ മലയിലേക്ക് കയറിപ്പോയി. സന്ധ്യയായപ്പോൾ അദ്ദേഹം അവിടെ തനിച്ചായിരുന്നു. And the boat was already a considerable distance from the land, buffeted by the waves because the wind was against it. എന്നാൽ കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ വഞ്ചി തിരകളാൽ ഉലഞ്ഞ് കരയിൽ നിന്ന് വളരെ ദൂരം പോയിരുന്നു. Now let me come back to verse number 22 once again. നമുക്കൊരിക്കൽ കൂടി 22-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. Immediately Jesus made the disciples get into the boat and go on ahead of him to the other side while he dismissed the crowd. യേശു ജനസമൂഹത്തെ പിരിച്ചുവിടുന്നതിനിടയിൽ ശിഷ്യന്മാരെ പെട്ടെന്ന് വഞ്ചിയിലേക്ക് കയറ്റി തനിക്ക് മുമ്പായി മറുകരയിലേക്ക് അയച്ചു. So that day, listen to this, brothers and sisters, listen to this. That day they had a huge meeting. ആ സഹോദര സമ്മേളനം ശ്രദ്ധിച്ചാലും അന്നത്തെ ദിവസം അവർക്ക് വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. Thousands of people gathered to hear the word of God. ആയിരക്കണക്കിന് ആളുകൾ യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവവചനം കേൾക്കുവാൻ വേണ്ടി അവിടെ തടിച്ചുകൂടി. And all of them were glued to Jesus, what he had spoken. എല്ലാവരും യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം പറയുന്നത് എന്തെന്ന് നോക്കിക്കൊണ്ടിരുന്നു. And in between we came to know that they had no food, so Jesus multiplied food there. അതിന്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കി അവിടെ ഭക്ഷണത്തിന്റെ കുറവുണ്ടായി. യേശു കർത്താവ് അവർക്ക് ആവശ്യമായ ആഹാരത്തെ അവിടെ നൽകുവാനിടയായി തീർന്നു.
And when the meeting was over, when all of them had their fill, Jesus sent the disciples ahead of him to the other side of the sea. എല്ലാവരും ഭക്ഷണം കഴിച്ച് തൃപ്തി വന്നതിന് ശേഷം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ മറുകരയിലേക്ക് അയക്കുകയാണ്. And while he dismissed the crowd, that means Jesus stayed back in the same place so that he could pray over the sick and disperse the crowd. അവരെ പിരിച്ചുവിട്ട് അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം അവിടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, രോഗികൾക്ക് വേണ്ടി മറ്റും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. And verse number 23 says, after he had dismissed them, he went up on a mountainside by himself to pray. അവരെ പിരിച്ചുവിട്ടതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് തനിയെ മലയിലേക്ക് കയറിപ്പോയി. See, after a great miracle, after a great meeting, Jesus found himself praying alone on a mountainside. അവിടെ ഒരു വലിയൊരു മീറ്റിങ്ങിന് ശേഷം, വലിയൊരു അത്ഭുതത്തിന് ശേഷം യേശു കർത്താവിനെ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് താൻ തനിയെ പ്രാർത്ഥിക്കുന്നതാണ്. Listen to this. Jesus moved under the power of the Holy Spirit. ശ്രദ്ധിക്കുക, യേശു കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ചലിച്ചത്. But what was the secret of Jesus? യേശുവിന്റെ ആ ശുശ്രൂഷകളുടെ പിന്നിലെ രഹസ്യം, It was his prayer life. കാരണം അത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. Hallelujah. ഹല്ലേലൂയ. If you find a spiritually strong person, always remember the key or the secret to that strength is his personal prayer life. ഒരു ആത്മീകമായി ഒരു ശക്തിയുള്ള ഒരു മനുഷ്യനെ, ആത്മീകമായ ഒരു മനുഷ്യനെ നിങ്ങൾ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ പിന്നിലെ താക്കോൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതമായിരിക്കും. Hallelujah. ഹല്ലേലൂയ. So if you want to grow in the spirit, what you have to practice is praying alone when nobody is there with you. നിങ്ങൾക്ക് ആത്മീകമായി വളരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. So after this huge meeting, mega meeting, he was praying alone. അവിടെ ഉണ്ടായിരുന്ന ആ വലിയ ഒരു മീറ്റിംഗിന് ശേഷം യേശു കർത്താവ് ഇപ്പോൾ തനിയെ പ്രാർത്ഥിക്കുകയാണ്. Victory or failure, we have to pray. നമ്മുടെ ജീവിതത്തിൽ വിജയം വന്നാലും പരാജയം വന്നാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. Say it again. നമ്മുടെ ജീവിതത്തിൽ വിജയം വന്നാലും പരാജയം വന്നാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. Many people pray when there is a failure, when there is a challenge in front of them. ഒത്തിരി ആളുകളും പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി വരുമ്പോഴാണ് അവർ പ്രാർത്ഥിക്കുന്നത്. Many people come for prayer when there is a crisis in their life. ഒത്തിരി ആളുകളും പ്രാർത്ഥനാ മീറ്റിങ്ങുകൾക്ക് വരുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ്. When the crisis is over, they disappear from prayer meetings. അവരുടെ ജീവിതത്തിലെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിന് ശേഷം അവരെ പിന്നെ പ്രാർത്ഥനാ മീറ്റിംഗിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതല്ല. But if you want to have a steadfastness in the spiritual matters, you have to pray always in all the fluctuations of life. നിങ്ങളുടെ ജീവിതത്തിൽ, ആത്മീകമായ ജീവിതത്തിൽ ഒരു സ്ഥിരത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ച താഴ്ചകളിലും നിങ്ങൾക്ക് സ്ഥിരമായ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. Somebody say hallelujah. എത്ര പേർ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയും? What Jesus had personally in his life was a very steady prayer life. യേശു കർത്താവിന് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഒരു സ്ഥിരമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. So take a decision in your heart. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തൊരു I'm തീരുമാനമെടുക്കുക. going to keep my prayer life steady. എന്റെ ജീവിതത്തിൽ എന്റെ പ്രാർത്ഥനാ ജീവിതം സ്ഥിരമായി ഞാൻ അത് തുടരാൻ പോവുകയാണ്. Come what may in my life, I will steadily pray. എന്റെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ വന്നാലും ഞാൻ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Say hallelujah to the Lord. എത്ര പേർ കൈകൾ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയും? Somebody say amen. എത്ര പേർ ആമേൻ പറയും? Hallelujah. ഹല്ലേലൂയ. So Jesus was praying alone യേശു കർത്താവിയുടെ തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. after a great success. ഒരു വലിയ വിജയത്തിന് ശേഷമാണിത്. Hallelujah. ഹല്ലേലൂയ. Now in verse number 24, and the boat was already a considerable distance from the land, buffeted by the waves,
because the wind was against it. എന്നാൽ കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ വഞ്ചി തിരകളാൽ ഉലഞ്ഞ് കരയിൽ നിന്ന് വളരെ ദൂരം പോയിരുന്നു. Hallelujah. ഹല്ലേലൂയ. Now the disciples are going in a boat. ഇപ്പോൾ ആ യേശുവിന്റെ ശിഷ്യന്മാർ ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ്. As you know, that represents the boat of our life, our journey of life. നമ്മൾക്കറിയാവുന്നതുപോലെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വഞ്ചിയാണ്, ജീവിത നൗകയാണിത്. And verse number 25, shortly before dawn, Jesus went out to them walking on the lake. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു തടാകത്തിന്റെ മീതെ കൂടെ നടന്ന് അവരുടെ അടുക്കൽ എത്തി. Somebody say hallelujah. എത്ര പേര് ആമേൻ പറയും? When the disciples saw him walking on the lake, they were terrified. It's a ghost, they said, and cried out in fear. അദ്ദേഹം തടാകത്തിന്റെ മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രമിച്ചു, അതൊരു ഭൂതമാണ് എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് നിലവിളിച്ചു. Because through the night they were buffeted by the waves, because the wind was against it. കാരണം അവർ രാത്രി മുഴുവൻ തിരകളാൽ ഉലഞ്ഞ് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. That shows the problems that we face in our lives. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയാണ് കാണിക്കുന്നത്. Sometimes one after the other, different winds and waves may hit us, blow against us. നമ്മുടെ ജീവിതത്തിൽ ഒരു ചില സമയങ്ങളിൽ ഒന്നിനു പിറകെ ഒന്നായി തിരകൾ, അത് കാറ്റുകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്ന് ആഞ്ഞടിക്കുന്ന സമയങ്ങളുണ്ടാവും. Can I tell you something? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. But that's not without the knowledge of Jesus. അത് യേശുവിന്റെ അറിവില്ലാതെയല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. I want to say it again. The problems that you face today, the troubles that you are facing today, have come to your life not without the knowledge of our Lord Jesus. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഒരിക്കൽ കൂടെ പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നിങ്ങളായിരിക്കുന്ന ആ കഷ്ടതയുടെ അനുഭവങ്ങൾ, അതൊന്നും നമ്മുടെ ഈ ദൈവം അറിയാതെ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ അത് വന്നത്. We are under the observation of the Lord Jesus. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ദൈവം നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. The Holy Spirit is speaking to some of you here. ഇവിടെ ഇരിക്കുന്ന ചില ആളുകളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. Psalm 121. സങ്കീർത്തനം 121. The Lord is watching over you day in and day out. ദൈവം തൻ്റെ മക്കളെ രാവും പകലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Just like a sentinel, his watchful eyes are always watching over us, just like a watchman. ഒരു വാച്ച്മാനെ പോലെ അദ്ദേഹം രാവും പകലും ശ്രദ്ധയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ദൈവം നിങ്ങളുടെ കാര്യങ്ങളെ, ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. He is watching over you going out and coming in. നിങ്ങൾ പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതും എല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And this sentinel, this watchman never sleeps nor slumber. ഈ ദൈവമാകുന്ന ദൈവം എന്ന് പറയുന്ന ഈ വാച്ച്മാൻ ഒരിക്കലും ഉറങ്ങുന്നില്ല, ഒരിക്കലും മയങ്ങുന്നില്ല. Hallelujah. ഹല്ലേലൂയ. So when you are connected to Jesus, always the watchful eyes of the Lord are over you. നിങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, യേശുവുമായി ഒരു ബന്ധമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ കണ്ണുകൾ എപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. Winds may come, waves may come, but it will not drown you, it will not cause you to perish. നിങ്ങളുടെ ജീവിതത്തിൽ കാറ്റും തിരകളും എല്ലാം ഒന്നിനു പിറകെ ആഞ്ഞടിച്ചെന്നിരിക്കാം, പക്ഷെ അതൊന്നും നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുകയില്ല, അതൊന്നും നിങ്ങളുടെ ജീവിതത്തിലെ പരാജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയില്ല. Somebody say amen. എത്ര പേര് ആമേൻ പറയും? Oh, in the month of January, I had a very difficult time. ജനുവരി മാസത്തിൽ എൻ്റെ ജീവിതത്തിൽ വളരെ ഒത്തിരി പ്രയാസമുണ്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. I thought February will be fine. ഞാൻ ചിന്തിച്ചു ഫെബ്രുവരി മാസം നല്ലതായിരിക്കും. But in February it was worse. എന്നാൽ ഫെബ്രുവരി മാസം അതിനേക്കാൾ കൂടുതൽ മോശമായ അവസ്ഥയാണ്. Then I thought March will be fine.
ഞാൻ പിന്നീട് ചിന്തിച്ചു മാർച്ച് മാസം പിന്നെയും കുറച്ചുകൂടെ But നല്ലതായിരുന്നു. March was even worse. എന്നാൽ മാർച്ച് മാസം അതിനേക്കാൾ കൂടുതൽ So മോശമായിരുന്നു. one after the other, winds and waves are blowing at me. ഒന്നിന് പിറകെ ഒന്നായി കാറ്റും തിരകളും പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു But കൊണ്ടിരിക്കുകയാണ്. I have a great news for you. എന്നാൽ നിങ്ങളോട് ഒരു നല്ല വാർത്ത പറയുവാനുണ്ട്. The whole universe is controlled by our Lord Jesus. ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ യേശു കർത്താവാണ്. Hallelujah. to the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Genesis chapter 1 verse number 1. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. Hebrews chapter 12 verse number 1, 2 and 3. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ. The Bible says everything that was created by the word of his mouth. ബൈബിൾ പറയുന്നു ഈ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. And not only that, all the created things are sustained by the word that is coming forth, proceeding from the mouth of God. അത് മാത്രമല്ല സൃഷ്ടിക്കപ്പെട്ട സകലത്തെയും നിലനിർത്തുന്നത് അത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്താലാണ്. So the same word can sustain your life and my life. ആ വചനത്തിന് തന്നെ അതേ വചനത്തിന് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ താങ്ങി നിർത്തുവാൻ നിലനിർത്തുവാൻ കഴിയുന്നതാണ്. Say hallelujah. എത്ര പേർ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയും? So when the disciples saw Jesus walking on the lake, walking on the water, they were still afraid. ഇവിടെ യേശു കർത്താവ് ആ തടാകത്തിലൂടെ തന്റെ യേശു കർത്താവ് നടക്കുന്ന തന്റെ ശിഷ്യന്മാർ കണ്ടിട്ട് അവർ പേടിക്കുകയാണ്. Because they were under the grip of the spirit of fear. അവർ ഓരോരുത്തരും ഭയത്തിന്റെ അതിനകത്ത് പിടിക്കപ്പെട്ടവരായിരിക്കുകയാണ്. And they never expected Jesus at that moment, at that time of the night, on the lake. അവരൊരിക്കലും ആ തടാകത്തിൽ ആ സമയത്ത് അവിടെ യേശു കർത്താവ് എത്തുമെന്ന് അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല. I have a message for you. ഞാൻ നിങ്ങളോട് ഒരു സന്ദേശം പറയട്ടെ. God is speaking to some of you sitting here. ഇവിടെ ഇരിക്കുന്ന ചില ആളുകളോട് യേശു കർത്താവ് സംസാരിക്കുകയാണ്. Jesus will come to your problems, to your life in an unexpected moment. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ചിന്തിക്കാത്ത ഒരു സമയത്തായിരിക്കും. And in a very unexpected way he will come to your life. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വിധത്തിൽ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. The disciples thought it should be a ghost. അവിടെ ശിഷ്യന്മാർ ചിന്തിക്കുന്നത് ഇതൊരു ഭൂതമാണ്. Verse number 27, but Jesus immediately said to them, take courage, it's I, don't be afraid. അവിടെ 27-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് അവരോട് പറയുകയാണ്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. Whenever Jesus came to the disciples in such moments, Jesus said, do not be afraid. ഇങ്ങനെയുള്ള പല സന്ദർഭത്തിലും യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവിൻ. Open your eyes and look at me. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് എന്നെ നോക്കിയാലും. All please look here. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാലും. Jesus is talking the same words to you sitting here. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളോടും അതേ വാക്ക് തന്നെ യേശു കർത്താവ് സംസാരിക്കുകയാണ്. Do not be afraid. നിങ്ങൾ ഭയപ്പെടേണ്ട. Everything is in my control. എല്ലാം എൻ്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. You don't know everything, but Jesus says, I know everything. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയണമെന്നില്ല, പക്ഷേ യേശുവിന് എല്ലാം അറിയാം. Jesus says, I am the Alpha and the Omega. യേശു കർത്താവ് പറയാണ്, ഞാൻ ആദിയും അന്തവുമാണ്. Because I am the beginning and the end. I have the big picture. I have the whole picture. I know what's going to happen in your life. ഞാൻ ആദിയും അന്തവും എനിക്കറിയാവുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള മുഴു ചിത്രം അറിയാം. എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് സകല നിയന്ത്രണവും എൻ്റെ കയ്യിലിരിക്കുകയാണ്. ബ്ലെസ്സിംഗ് ടുഡേ പ്രാർത്ഥനാ ദിനം. ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 4 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ
കത്തുകളായോ ഇമെയിലായോ ഫോണിലൂടെയോ അറിയിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484-422-101 www.blessingtoday.tv. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്തൊരു വലിയൊരു അത്ഭുതവുമായാണ് താൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇവർക്ക് സ്വന്തമായൊരു ചെറിയൊരു വീടുണ്ടായിരുന്നു, ഒരു ഓടിട്ടൊരു വീടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് നാളുകളായി അതൊന്ന് പുതുക്കി പണിയണം. അതിൻ്റെ ഓടെല്ലാം മാറ്റി നല്ല രീതിയിലൊരു മുറിയും കൂടെ ചേർത്തൊരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ച് ഇവർ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചപ്പോൾ ഇവരുടെ പ്ലാനിന് പറ്റിയ ഒരു വീട് റെഡിയായെങ്കിലും പണിയുവാൻ റെഡിയായെങ്കിലും പക്ഷേ അതിനുവേണ്ടിയുള്ള സാമ്പത്തികമായുള്ള ചില കാര്യങ്ങളിൽ ഇവർ പ്രതീക്ഷിച്ച അത്രയും തുക ഇവരുടെ കൈകളിൽ ഇല്ലായിരുന്നു. ഇവർ പല രീതിയിലെല്ലാം ശ്രമിച്ചു, പക്ഷേ വളരെ തുച്ഛമായൊരു തുക മാത്രമേ ഇവരുടെ കൈകളിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരി പറയുന്നു, കുറേയധികം നാളുകളായി താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിയാണ്. 2014 ഇതിന് തൊട്ടടുത്തുള്ള ഹാളിൽ വെച്ച് നമ്മൾ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ അവിടെ താൻ ആദ്യമായിട്ട് വന്നു. അന്ന് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ താൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ TV പ്രോഗ്രാം താൻ സ്ഥിരമായി കാണാറുണ്ട്. അങ്ങനെ അവിടെ വന്നപ്പോൾ അന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ തൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയമായ ഒരു വീട്, നല്ലൊരു വീട് പുതിയതായി പണിയണമെന്നൊരു പ്രാർത്ഥനാ വിഷയം കൂടെ താൻ എഴുതി. അതോടുകൂടെ ഒരു പ്രെയർ ഡയറി വാങ്ങിച്ചു. ആ പ്രെയർ ഡയറിയിലും താൻ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്ന ഭാഗത്ത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ നല്ലൊരു വീട് ഞങ്ങൾക്ക് പുതുതായി അങ്ങ് നൽകണമേ എന്ന് എഴുതി വെച്ച് താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, ആ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് തന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർ വീടിന് ആദ്യം തറക്കല്ലിട്ടു. പക്ഷേ അതിനുശേഷം വീട് പണിയുവാൻ പല രീതിയിലും ബാങ്കിൽ ലോൺ ഒക്കെ അപ്ലൈ ചെയ്തു. പക്ഷേ അതൊന്നും ഈ സഹോദരി പറയുന്നത് എങ്ങനെയാ, ആ ലോണൊന്നും എടുക്കേണ്ടി വന്നില്ല. എങ്ങനെയെന്ന് അറിയില്ല, പല രീതിയിലും സാമ്പത്തികപരമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു. ഇന്ന് മനോഹരമായി സഹോദരി പറയുന്നു, ഇവർ ചിന്തിച്ചതിനേക്കാളും ഏറ്റവും നല്ലൊരു ഭവനം ഇവർക്ക് കർത്താവ് നൽകിയെന്ന ഇന്ന് സഹോദരി പറയുന്നത്. ബൈബിൾ പറയുന്നത് ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ കർത്താവ് ഈ ഒരു കുടുംബത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി, പ്രതീക്ഷകൾക്കപ്പുറത്ത് സാധാരണ വീട് പണിയുന്ന സമയത്ത് എത്രയോ ലോണുകളെടുത്ത് ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷെ അതൊന്നും കൂടാതെ ഈ സഹോദരിക്ക് വേണ്ടി കർത്താവ് ചെയ്തു കൊടുത്തു. കൈകളെ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവ് ഈ സഹോദരിക്കും കുടുംബത്തിനുമായി ചെയ്തത് ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവ് ചെയ്യണമേ. സ്വന്തം ഭവനങ്ങളില്ലാത്തവർക്ക് വേഗത്തിൽ തന്നെ അതുണ്ടാകാൻ, സ്ട്രെയിൻ ഇല്ലാതെ അതുണ്ടാകാൻ, അത്ഭുതകരമായി അതുണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ. മറ്റ് ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് കേട്ട വചന ശുശ്രൂഷയും സാക്ഷ്യവും അകത്ത് വിശ്വാസം ഉളവാക്കിയെങ്കിൽ ഇത് കേട്ടതിനേക്കാൾ വലുത് കർത്താവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിവിധ രീതിയിലുള്ള രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. ദൈവമേ, അങ്ങിൽ നിന്നുള്ള സമാധാനത്താൽ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളാൽ, നന്മകളാൽ എല്ലാവരെയും നിറയ്ക്കണമേ. ഈ സമയത്ത് ദുശീലങ്ങളിൽ നിന്നും പലരും പുറത്തു വരും. നിങ്ങൾക്ക് തന്നെ അതിൽ നിന്ന് പുറത്തു വന്ന ആഗ്രഹം പക്ഷെ കഴിയുന്നില്ല. പക്ഷേ എന്ത് ദുശീലമാണെങ്കിലും പേരെടുത്ത് പറയുന്നില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ജീസസ് ഈസ് delivering you, setting you free from all addictions and bad habits in Jesus name. അത് സംഭവിക്കട്ടെ. കിഡ്നികളിലുള്ള രോഗത്തെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. അതുപോലെ തന്നെ HIV പോസിറ്റീവായൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തൊട്ട് സൗഖ്യമാക്കി. അത് നെഗറ്റീവായി മാറുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രക്തത്തിലുള്ള ചില തകരാറുകളെ കർത്താവ് ഇപ്പോൾ ശുദ്ധീകരിച്ച് സൗഖ്യം നൽകുന്നു ഇൻ ജീസസ് നെയിം. അതുപോലെ TB ക്ഷയരോഗം ബാധിച്ച വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കർത്താവ് മക്കളെ കൊടുക്കണം. ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം മിസ്കാരേജായി നഷ്ടപ്പെടുന്ന ഒരു സഹോദരിയെ ഈ സമയത്ത് കർത്താവ് സൗഖ്യമാക്കുന്നു. ഇനി ഒരു മിസ്കാരേജ് ഉണ്ടാകുകയില്ല ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു. ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും
ഈ ടി വി സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് 2 കൈകൾ നീട്ടിപ്പിടിക്കും. കർത്താവേ, അങ്ങയുടെ അത്ഭുതം ഇവർക്ക് ലഭിക്കേണ്ടതിനായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏത് വിഷയത്തിനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും യേശു കർത്താവിൽ നിന്നുള്ള അത്ഭുതം അവർക്ക് ഉണ്ടാകട്ടെ. സിൽവിയ എന്ന പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് കാണും. 2 ഗുരുതരമായ പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് 2നും അത്ഭുതകരമായ വിടുതൽ കർത്താവ് നൽകുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് നാഷിക്, സൂററ്റ്, ബറോഡ ഈ 3 സ്ഥലങ്ങളിലാണ്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്നെത്തിച്ചേരാവുന്ന സകലരും വരിക. കർത്താവ് ധാരാളമായി അതിൽ അനുഗ്രഹങ്ങളെ ചൊരിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. See you tomorrow. Bye-bye. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നാസിക് ഓഗസ്റ്റ് 10 ബുധൻ. സമയം വൈകിട്ട് 6:30 മുതൽ 9:30 വരെ. സാർവജനിക് വചനാലയ, നെഹ്റു ഗാർഡന് സമീപം, ഷാലിമാർ ചൗക്ക്, നാസിക്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സൂററ്റ് ഓഗസ്റ്റ് 11 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. രംഗ് ഭവൻ, ജീവൻ ഭാരതി സ്കൂൾ ഓഡിറ്റോറിയം, നൻപുര, തിമലിയാവത്, ഗാന്ധി സ്മൃതി ഭവൻ റോഡ്, മഹാവീർ ട്രോമ ഹോസ്പിറ്റലിന് എതിർവശം, സൂററ്റ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബറോഡ ഓഗസ്റ്റ് 12 വെള്ളി. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. ബറോഡ കേരള സമാജം ഹാൾ, GIDC മെയിൻ റോഡ്, ബണ്ടി ട്യൂബിംഗ് ഇന്ത്യക്ക് എതിർവശം, സൂസൻ സർക്കിളിന് സമീപം, മക്രപുര റോഡ്, ബറോഡ.